ഇന്ത്യൻ എക്കണോമി വളരില്ല, ഇന്ത്യൻ എക്കണോമി തകരുകയാണ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് വളർച്ച ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് കേൾക്കാറുണ്ട്. ഇവരൊക്കെ എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ചില ഡേറ്റകൾ നമുക്കിവിടെ പരിശോധിക്കാം. 2025 ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട് IMFന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് എന്താണ്, ഇന്ത്യയുടെ ഭാവി എന്താണ്? ലോകത്തിലെ 5 സാമ്പത്തിക ശക്തികളിൽ ഒന്ന് തന്നെയാണ് 2025 ഇന്ത്യ എന്നാണ് IMF തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നോമിനൽ GDP, പൊതുവെ ലോകത്തെല്ലാവരും കണക്കാക്കുന്നത് നോമിനൽ GDP ആണ്. 2025 നമ്മുടെ നോമിനൽ GDP എന്ന് പറയുന്നത് $4.27 ട്രില്യൺ ആണ്. ഞാൻ IMFന്റെ കണക്കാണ്, 2025 IMFന്റെ കണക്കാണ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. $4.2 ട്രില്യൺ GDP ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അതായത് 4.27 ആണ്. അപ്പോൾ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് എന്ന് ഇത് കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മുമ്പിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജപ്പാൻ 4-ാം സ്ഥാനത്താണ്. ജപ്പാന്റെ GDP എന്ന് പറയുന്നത് IMFന്റെ കണക്കനുസരിച്ച് $4.38 ട്രില്യൺ ആണ്. അതായത് അടുത്ത സാമ്പത്തിക വർഷം നമ്മൾ മിക്കവാറും ജപ്പാനെ മറികടക്കാൻ പോവാണ്. 4-ാമത്തെ റാങ്കിലേക്ക് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നമ്മൾ എത്താനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. ജർമ്മനി എന്ന് പറയുന്ന രാജ്യം 3-ാം സ്ഥാനത്താണ്. $4.9 ട്രില്യൺ ആണ് അവരുടെ GDP. ചൈന 2-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്, $19.5 ട്രില്യൺ. അമേരിക്ക 1-ാം സ്ഥാനത്താണ്, $30.3 ട്രില്യൺ. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് 6.5 മുകളിൽ എക്കണോമിക് ഗ്രോത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാകുമെന്നാണ് IMF കണക്കാക്കുന്നത്. IMFന്റെ ഡേറ്റാസ് ആണിത്. സോ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ അതിമോഹമാണെന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തെ മേജർ എക്കണോമീസിൽ വേഗത്തിൽ വളരുന്നത് നമ്മൾ തന്നെയാണ് ഇപ്പോഴും. 6.5 എന്ന് പറയുന്നത് വളരെ വലുതാണ്. ചൈനയുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് 4.5-ഉം US-ന്റേത് 2.5-ഉം ആണ്. അപ്പോൾ ഈവൻ ബ്രിട്ടൻ്റെത് 1.5 ആണ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ എക്കണോമിക് ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ മേജർ എക്കണോമീസിൽ അതിവേഗത്തിൽ വളരുന്നത് ഇന്ത്യയാണ്. 6.5 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വളർച്ച തന്നെയാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹം വേണമെങ്കിൽ മറ്റുള്ളവർക്ക് അത്യാഗ്രഹമൊന്നും തോന്നാം. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു 8 മുതൽ 9% വരെ വളർച്ച കൈവരിക്കണമെന്നാണ്. ആ ഒരു വളർച്ച നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും മാനുഫാക്ചറിങ് രംഗത്ത് അത്രയും നല്ലൊരു പവറായിട്ട് മാറണം. ഒരു പക്ഷേ 2030 അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് അതിന് കഴിഞ്ഞേക്കാം. അങ്ങനെ വന്നാൽ അടുത്തൊരു 10 വർഷം കൊണ്ട് റോക്കറ്റ് വേഗത്തിൽ ഇന്ത്യൻ എക്കണോമി കുതിക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ നേരത്തെ ഉള്ള ധാരണകളൊക്കെ തെറ്റിച്ചുകൊണ്ട് അതിവേഗത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കൂ, 5th പൊസിഷനിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ടോട്ടൽ GDP 4.27 എന്ന് പറയുമ്പോൾ വളരെ മികച്ച രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത് പോരാ, നമുക്ക് ഇനിയും വളരേണ്ടതുണ്ട്. ഇപ്പൊ മുൻകാലങ്ങളെ അപേക്ഷിച്ചാണ് നമ്മൾ മികച്ച രീതിയിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നോമിനൽ GDPയിൽ നമ്മൾ വളരെ മികച്ച രീതിയിൽ തന്നെ പോകുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പർച്ചേസ് പവർ പാരിറ്റി GDP PPP ഇത് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. 2025 IMFന്റെ കണക്കനുസരിച്ച് തന്നെ ഇന്ത്യ $17.36 ട്രില്യൺ ഉള്ള ഒരു രാജ്യമാണ്. 17.36 ട്രില്യൺ. നമ്മുടെ മുമ്പിലുള്ളത് ചൈനയും അമേരിക്കയുമാണ്. ചൈന എനിക്ക് തോന്നുന്നു 36-37 ട്രില്യണിലേക്ക് എത്തിയിട്ടുണ്ട്. അമേരിക്ക 27 ട്രില്യൺ ആണ് അമേരിക്കയുടെ ഈ പർച്ചേസ് പവർ പാരിറ്റി. അപ്പോൾ ഈ പർച്ചേസ് പവർ പാരിറ്റിയിൽ ഇന്ത്യ 3rd പൊസിഷനിലാണ്. സോ ഇതുകൊണ്ട് തന്നെ നമ്മുടെ പെർ ക്യാപിറ്റയും കൂടിയിട്ടുണ്ട്. GDP പർച്ചേസ് പവർ പാരിറ്റിയിൽ നമ്മുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് $12,000 അടുത്താണ്. ഒരു മിഡിൽ ഇൻകം കൺട്രിയുടെ അടുത്തേക്ക് അത് എത്തിയിട്ടുണ്ട്, 11,940. എന്നാൽ നോമിനൽ GDPയിൽ നമ്മൾ 3,000 അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ, ഏകദേശം 2,940. അതായത് ഒരു 3,000 എന്ന് നമുക്ക് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് കണക്കാക്കാം. അപ്പൊ നമ്മുടെ നോമിനൽ GDP 3,000-ഓളം നമുക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ നോമിനൽ GDP വന്നിട്ട് 4.27 ട്രില്യൺ ആയിട്ട് വളർന്നിട്ടുണ്ട്. സോ ഇത് നൽകുന്ന സൂചന നമ്മൾ ശരിയായ പാതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ശരിയായ വഴിയിലൂടെയാണ് പോകുന്നത്. ഇന്ത്യ എക്കണോമിക് ഗ്രോത്തിന്റെ പാതയിൽ തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.